അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഇത് 2022ലാണ്. ഇതിൽ പാർട്ട് 2വും ചിലപ്പം ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. അള്ളാഹു തആല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഫസ്റ്റ് പാർട്ടാണ്. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. അള്ളാഹു തആലാക്ക് വാജിബായ സിഫത്ത് വഹദാനിയത്ത്, ഫനാ, ഇഹ്തിയാജ്. വഹദാനിയത്ത് പറഞ്ഞാൽ ഏകത്വം, ഫന എന്ന് പറഞ്ഞാൽ നശിക്കുക, ഇഹ്തിയാജ് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ആവശ്യമാവുക. ഇതിൽ അള്ളാഹുവിന് നിർബന്ധമായി ഉണ്ടാവേണ്ടത് ഏകനാവുക എന്നുള്ളതാണ്. അടുത്തത്, നബിയാണെന്ന് വാദിച്ച് രംഗത്ത് വന്നത് ആരാണ്? മുസൈലിമയാണോ, ഉത്ബത്താണോ, സൽമയാണോ? മുസൈലിമത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്ത് മുസൈലിമത്ത് പോലെ സജാഹ് എന്ന് പറഞ്ഞ 3 ആൾക്കാർ പറഞ്ഞിരുന്നല്ലോ. അവിടെയുള്ള ഒരാളാണ് മുസൈലിമത്ത്. എല്ലാ നന്മയിലും മുൻകടന്നവരാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ, ഉമർ റളിയല്ലാഹു അൻഹു ആണോ, അലി റളിയല്ലാഹു അൻഹു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബധിരനാവുക എന്നതിൻ്റെ കേൾക്കാത്തവൻ അല്ലേ? ഒന്നും കേൾക്കാത്തവൻ. ബധിരൻ എന്ന് പറഞ്ഞാൽ കേൾക്കാത്തവൻ. കൗനുഹു അസമ്മ് എന്നാണ് പറയുക. അയമ എന്ന് പറഞ്ഞാൽ കാണാത്തവൻ, കണ്ണ് കാണാത്തവനാണ്, അന്ധൻ, അങ്ങനെ അയമ എന്ന് പറയുക. കൗനുഹു കാരിഹൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇല്ലാത്തവൻ എന്നാണ്. ഓപ്ഷൻ സി, കൗനുഹു അസമ്മ്, ചെവി കേൾക്കാത്തവൻ. ചേരുംപടി ചേർക്കുക. മലക്കുകൾ ഡി പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു, ജിന്നുകൾ തീ കൊണ്ട് സൃഷ്ടിച്ചു, ഇബ്ലീസ് പിശാചുകളുടെ നേതാവ്, മനുഷ്യർ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ, ശൈത്താൻ ജിന്നുകളിലെ കാഫിര്യങ്ങളാണ്. ജിന്നു വിഭാഗത്തിലെ അവിശ്വാസികൾക്കാണ് ശൈത്താൻ എന്ന് പറയുന്നത്. ഖൈർ സംഭവിച്ചാൽ എന്തു ചെയ്യണം? ശുക്ർ ചെയ്യണം. ഇബ്രാഹിമിന് അദ്ദേഹം എവിടുത്തെ രാജാവായിരുന്നു? ബൽഖിലെ രാജാവായിരുന്നു. സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ അറിവിലും എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്, ഉറവിടം, അതിൻ്റെ സോയ്സ് ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ആരാണ്? ഘാതകൻ എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തിയത് ആരാണ്? അത് നമുക്ക് ഉണ്ടാവില്ല, അത് നമുക്ക് നോക്കണ്ട. സിദ്ദീഖ് ജമ് അസ്ദിഖ, സ്വദീഖുൻ ജമുഹു അസ്ദിഖ. എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്ത് ഏതാണ്? ഖുർആൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം, അത് നമുക്ക് ഉണ്ടാവില്ല. ഖുദ്റത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിവ്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുരുഷൻ അബൂബക്കർ. അടുത്തത് നമുക്കില്ല. സബാഹിൻ്റെ വിപരീതം. സബാഹ് എന്ന് പറഞ്ഞാൽ പകൽ, മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. ഇഖ്ലാസ് എന്നാൽ എന്ത്? 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക. ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുക. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അള്ളാഹു തആലാക്ക് ജായിസായ സിഫത്ത് ഏതാണ്? നമ്മുടെ ആ സിഫത്തുകൾ പറഞ്ഞതിൽ ഏറ്റവും അവസാനം വാജിബും മുസ്തഹിലും പറഞ്ഞ ആ പെട്ടികുളത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് ജായിസായ സിഫത്ത് ഏതാണ്? ഉണ്ടാകാവുന്ന ഒരു കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും, അതാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യനെ ഉണ്ടാക്കാവുന്ന ഒരു കാര്യം, ആ മനുഷ്യനെ ഉണ്ടാക്കലും ഉണ്ടാക്കാതിരിക്കലും അള്ളാഹ്ക്ക് ജായിസേ ഉള്ളൂ. വേണമെങ്കിൽ ഉണ്ടാക്കുക, വേണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട. ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി നാം ഒഴിവാക്കേണ്ട തെറ്റുകൾ ഏതൊക്കെ? ദേഹേച്ഛയെ പിന്തുടരുക, പിശുക്കിനെ അനുസരിക്കുക, ഉൾനാട്യം. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഹൃദയ ശുദ്ധീകരണത്തിന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അലി റളിയല്ലാഹു അൻഹു, അത് നമുക്ക് പഠിക്കാനില്ല. ശൈത്താനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് അല്ലേ? യാസീനിലൊക്കെ പറഞ്ഞ അദുവ്വം മുബീൻ എന്നാണ് പറഞ്ഞത്, ശത്രുവാണ്.
അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭരണം എത്ര കാലം? 2 വർഷവും 3 മാസവും. വെള്ളിയാഴ്ച എന്താണ് ചെയ്യുക? ജുമാ നിസ്കരിക്കും, കുടുംബത്തിൻ്റെ കൂടെ ചെലവഴിക്കും, അന്ന് ലീവാണ് എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്. യൗമുൽ ഉത്ല, ലീവിൻ്റെ ദിവസമാണ്. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാണ്. 1 ഇൽമ പഠിക്കുക, 2 ഈമാൻ നന്നാക്കുന്ന അറിവ് പഠിക്കുക, 3 ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന ഇൽമ. 3 അറിവ് പഠിക്കൽ നിർബന്ധമാണ്. ഖദറിൽ വിശ്വസിക്കുക. എസ്സേക്ക് വരും, നിസ്സാരത നമുക്കില്ല. ഓക്കെ.